ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയമാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന മതേതരത്വം എന്ന മുദ്രാവാക്യം മതേതരത്വം നടപ്പിൽ എല്ലാ മതത്തിലും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം, ഇതിനെയെല്ലാം ഒരു മതത്തെ പ്രത്യേകമായി പ്രേരിപ്പിക്കാതിരിക്കുക ഭരണാധികാരികൾ എന്ന ഇതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. നമുക്കറിയാം, രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പലരും പറഞ്ഞത് പ്രധാനമന്ത്രിയല്ല, അത് കൃത്യമായിട്ട് തന്നെ പൂജാരികളും അതിന് കാർമ്മികത്വം വഹിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും മുഖ്യ കാർമ്മികത്വം വഹിക്കുക ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് വഹിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഇതിന് സംഘാടകനും മാത്രമാണ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കറിയാം ഈ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ മുഖ്യമായിട്ടുള്ള മുഖവും മുഖ്യ ആളൊക്കെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഇതോടുകൂടിയാണ് ഇന്ത്യയിൽ അത് എൻ്റെ രാമനല്ല, അത് ഞങ്ങളുടെ രാമനാണ് എന്ന രണ്ട് രീതിയിലുള്ള പ്രചരണം ശക്തമാണ്. എന്താണ് അതിൻ്റെ വാസ്തവം? അതായത് രാമൻ ജനിച്ചത് ഒരിക്കലും അയോധ്യയിലല്ല, വാൽമീകിയുടെ മനസ്സിലാണ് എന്ന രീതിയിൽ ആണ് ഒരുപറ്റം ആളുകൾ പറയുന്നത്. വെടികൊണ്ടുവിടുന്ന ഗാന്ധിജി വിളിച്ച ഹേ റാം ആണ് ഞങ്ങളുടെ രാമൻ, ഈ രാമനല്ല, വിഭാഗീയതയുടെ മറ്റുള്ള ഒരു പള്ളി പൊളിച്ച സ്ഥലത്ത് പുറന്ന ഒരു രാമൻ ഞങ്ങളുടെ രാമനല്ല എന്ന് പറയുന്നു. ഇത് പറയുന്നവരും വാദിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു വസ്തുതയുണ്ട്. നമുക്കറിയാം, എന്നും BJP RSS വിഭാഗങ്ങൾ സവർണത്വത്തിൻ്റെയും സവർണന്മാരുടെയും ചാതുർണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സിദ്ധാന്തവുമായി മുന്നോട്ട് പോകുന്നതാണ് എന്ന് ഇന്ത്യയിൽ പറയുമ്പോൾ, അത് അല്ല, വോട്ടിന് വേണ്ടി അവർ പറയുന്നു എല്ലാ മതവിഭാഗങ്ങളെയും തങ്ങൾ കൂട്ടിയുണക്കിക്കൊണ്ട് ഹിന്ദുവിൻ്റെ മോചനമാണ് എന്ന്. അങ്ങനെയാണ് ഹിന്ദുവിൻ്റെ മോചനമാണ് അവർ ലക്ഷ്യമാക്കുന്നത്. എല്ലാ ഹിന്ദുക്കളെയും അവർ ഒന്നിച്ചു കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗോത്രവർഗക്കാരിയും അതുപോലെ ഇന്ത്യയുടെ പ്രഥമ വനിതയുമായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റിനെ മുർമുവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? അവരെ ക്ഷണിച്ചില്ല, അവരെ അതിൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല യാതൊരു ചടങ്ങുകളിലും അവരെ കാണുകയുണ്ടായില്ല. ഇത് തന്നെയല്ലേ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിനും ഉണ്ടായത്. അവിടെ പൂജാവിധികൾ നടത്തിയപ്പോൾ വിധവയും അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിമ വനിതയെ അവിടേക്ക് വിളിച്ചില്ല. അതുപോലെ തന്നെ ഇതിനു മുന്നുണ്ടായിരുന്ന RSSന്റെ ഒക്കെ വക്താവായിരുന്ന RSSന്റെ മുഖമായിരുന്ന മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തെയും വിളിച്ചില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് BJPക്കാരായി BJPക്ക് വേണ്ടി പ്രഥമ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് സവർണരെ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഈ BJPയുടെ കോലാഹലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP എപ്പോഴും സവർണ വർഗീയതയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാം 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 ഇതൊക്കെ കുറെ ജയ് ശ്രീരാം അങ്ങനെയൊക്കെ കുറെ വിളികൾ ഇപ്പോൾ ഇത് ആയോണ്ടിരിക്കുകയാണ്. ഈ രാം നാം വിളിയിൽ എവിടെയാണ് ഭക്തി എന്ന ഒരു വിഷയം നമ്മൾ മറന്നു പോവാണ്. ഈ രാം നാം എപ്പോൾ നോക്കലും പറയുന്നുണ്ട്, അതൊക്കെ പറയുന്ന രീതിയുണ്ട്. അല്ലാതെ വെറുതെ വരുന്ന തോന്നി അടിക്കണ പോലെ ഊളിയിട്ട് മുദ്രാവാക്യം വിളിക്കണ പോലെയാണ് ജയ് ശ്രീരാം എന്നൊരു വിളി തന്നെ. ഇതിൽ ഭക്തിയില്ല, ഇത് ഭക്തി മാറി. മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ജയ് ശ്രീരാം വിളിക്കുന്നത്. രാമൻ എന്നൊരു വ്യക്തി എന്ന് വയ്ക്കുന്ന ആശയം രാമരാജ്യം, ആ രാമരാജ്യം എന്നൊരു ആശയം ഒരു കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് രാമനാമം ഇപ്പോൾ പറയുന്നത്. രാമൻ ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഇണചേർന്ന് വസിക്കാൻ പറ്റുന്ന ഒരു നഗരമായിട്ടാണ് രാമ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവരുദ്ദേശിക്കുന്ന രാമരാജ്യം എന്ന് പറയുന്നത് ആകെയുള്ളത് സവർണരായ ആൾക്കാരുടെ നാട് മാത്രമാണ്. അവിടെ ഈ മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ താഴ്ന്ന ജാതികളോ അല്ലെ ദലിതന്മാരോ ഇല്ല. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയോ, ഓരോ ദളിതനും
ഈ ഇടയ്ക്ക് ഒരു ഗുജറാത്തിലത്തെ ഒരു പഞ്ചായത്തിലേക്ക് ഒരു അമ്പലത്തിലേക്ക് ഒരു ദളിത് സ്ത്രീ കയറാണ്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആള് അവരെ അടിച്ചോടിപ്പിക്കുകയാണ്. എന്നിട്ട് രാത്രി അവരുടെ വീടുകളൊക്കെ കത്തിക്കുകയാണ്. നിങ്ങൾ മണിപ്പൂരൊക്കെ നോക്കൂ, ഇപ്പോഴും കത്താണ്. 600ഓളം കടകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചു അയോധ്യ രാമക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന്. അവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റി കടകൾ നശിപ്പിച്ചു. അവർക്കൊന്നും ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ടുള്ള വീടുകളോ സ്ഥലമോ ഒന്നും. അവരെ ഒഴിപ്പിക്കുകയാണ്. അവരെവിടെ പോവും, അവരെവിടെ ജീവിക്കുമെന്നൊരു കാര്യം ഇവർ ആലോചിക്കുന്നില്ല. രാമഭക്തി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് വർഗീയവാദത്തിന്റെ ഏറ്റവും മൂലസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇത് രാമഭക്തിയല്ല, രാമന്റെ പേരിലുള്ള തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ ഇല്ലാതാക്കുകയാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഈ ഭക്തി ഒന്നും മനസ്സിൽ നിന്ന് നന്മ ചെയ്യാനുള്ള ഭക്തി ഒന്നല്ല. ഇത് കേവലം ഈ ഇലക്ഷന് വോട്ട് മേടിക്കുക, രാമന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് മേടിക്കുന്നത്. ഈ രാമനെ കുറിച്ച് പറയുന്നത് പണ്ട് കാലത്ത് നമ്മളൊരു ഇത് കേട്ടിട്ടുണ്ട്. മറ്റേ ഇവര് എല്ലാവരും പറയും വന്ദേമാതരം ചൊല്ലുക. BJP-കാരായിട്ടുള്ള നേതാക്കന്മാർ പണ്ട് കാലത്ത് ചർച്ചകളിലോ മറ്റൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു പരിപാടിയാണ് വന്ദേമാതരം ചൊല്ലും. ഈ വന്ദേമാതരം ചൊല്ലാൻ പറയുന്ന ആളുകളോട് അന്ന് കാലത്ത് തിരിച്ചു നിങ്ങളൊന്ന് വന്ദേമാതരം ചൊല്ലി എന്ന് പറഞ്ഞപ്പോൾ അത് ചൊല്ലാൻ കഴിയാത്ത ആളുകളായിരുന്നു ഭൂരിപക്ഷം. അത് തന്നെയാണ് BJP. രാമായണം കൃത്യമായി വായിച്ചിട്ടുള്ള ആളുകൾ എത്രയുണ്ട്? ഈ മോദി തന്നെ രാമായണം ശരിയായ രീതിയിൽ വായിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പറയുന്ന BJP-യുടെ നേതാക്കന്മാരിൽ എത്ര പേർക്ക് രാമായണത്തിന്റെ അന്തസ്സത്തെ കുറിച്ചറിയാം? ഇവര് ദൂരദർശനിൽ കണ്ടിട്ടുള്ള രാമനെ, ദൂരദർശനിൽ മറ്റേ രാമായണം വന്നപ്പോൾ ആ രാമനെ കണ്ട് വികാരം കൊണ്ടുകൊണ്ട് ദൂരദർശനിൽ കണ്ട ദൂരദർശൻകാരുടെ രാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ. പിന്നെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് 500 വർഷങ്ങൾക്ക് ശേഷം മുന്നുണ്ടായിരുന്ന ഞങ്ങളുടെ മാലകാനി ഞങ്ങൾ കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി ഞങ്ങൾ രാമനുണ്ട്. ആർക്കാണ് 500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അവകാശമുണ്ടായിരുന്നത്? ഇവിടെ നായന്മാർക്ക് ക്ഷേത്രത്തിൽ പോയി ഒരു മണിയടിച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിന് താഴെയുള്ള ഈഴവ മറ്റു വിഭാഗങ്ങളിലുള്ള ദളിത് വിഭാഗങ്ങളിൽ ആരെങ്കിലും അമ്പലത്തിന്റെ അടുത്തേക്ക് കയറ്റിയിരുന്നോ? രാമായണം അല്ലെങ്കിൽ സംസ്കൃതവും ഒക്കെ പഠിക്കുന്നതിനോ വായിക്കുന്നതിനോ ഇവിടുത്തെ താഴ്ന്ന ഇവർ ശുദ്ധരൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ നായന്മാരാണ്, വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ BJP-ക്കും സംഘപരിവാറും RSSനും ശ്രീരാമനും ഒക്കെ തന്നെ ജയം വിളിച്ചു നടക്കുന്ന ഇവരുടെ ഇന്നലകളിലെ സ്ഥിതി 100 വർഷത്തിന് മുൻപ് ഇവർക്ക് ശരിയായ രീതിയിൽ വീടുകളിൽ താമസിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു. ഭാര്യ ഭർത്തൃബന്ധമായിട്ടുള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സംബന്ധമല്ലായിരുന്നേ. അച്ഛനെന്നൊരു സങ്കല്പം ഈ ഇടയ്ക്കൊക്കെയാണ് വന്നത്. അതായത് ഒരു നായർ സ്ത്രീക്ക് അവിടുത്തെ കാരണവരുടെ അനുവാദത്തോടു കൂടിച്ച് ഏതെങ്കിലും നമ്പൂരിമാരെയോ മറ്റൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുകയും പുടവ കൊടുക്കുകയും ചെയ്ത് സംബന്ധം തുടങ്ങി കഴിഞ്ഞാൽ ആ പായം മടക്കി വെക്കുന്ന ആ നമ്പൂരിയുടെ സംബന്ധം കഴിഞ്ഞു. അതുപോലെ ചൂട്ടും കറ്റ കൊണ്ട് നമ്പൂരി വരും, സംബന്ധം നടത്തും, നമ്പൂരി പോകും. ഒരു നായർ സ്ത്രീക്ക് ഈ 5 മക്കളുണ്ടെങ്കിൽ ആരുടെയൊക്കെ മക്കൾ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയിൽ. അതിനൊക്കെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള സാമൂഹ്യ പരിഷ്കാരത്തിലൂടെ ജാതീയമായിട്ടുള്ള ഐക്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം, അതുപോലുള്ള ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ നിരവധി സത്യാഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് അനവധി സാമൂഹിക KG-യും കേളപ്പനും അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് സമരങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനം, ഗാന്ധിജി അതുപോലുള്ള ആളുകളൊക്കെ സമരങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ ഇവർക്ക് പോകാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോലും ഇന്ന് അന്യമതസ്ഥർക്ക് അവിടേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു ശുദ്രൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അമ്പലങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കറിയാം,
ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ദളിത് വിഭാഗങ്ങൾക്കൊക്കെ പേരിടുക ആരാണ്? ഇവിടുത്തെ നമ്പൂരിമാര്. നമ്പൂരി എന്തിന്റെ പേരിടുക? താണി, ചക്കി, മറ്റേ കുറുമ്പൻ, കണ്ടൻ, കോരൻ, അങ്ങനെയുള്ള പേരുമായി നടക്കേണ്ടി വന്ന ഒരു തലമുറകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇവർക്ക് തോന്നുന്ന ഇവർക്ക് ആക്ഷേപഹാസ്യ പേരുകൾ ഇട്ടുകൊണ്ട് ആ പേരുകൾ ജീവിതകാലം മുഴുവൻ അവരുടെ മക്കളുടെ തലമുറയായി കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നത് അയ്യങ്കാളിയെ പോലുള്ള മഹാരാജന്മാർ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടാണ്. ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരുപാട് സമരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഇവിടുത്തെ ഇവർ പറയുന്ന സനാതന ധർമ്മങ്ങളിൽ ഇവർക്ക് എവിടെയാണ് സ്ഥാനം? ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു ഈ 22-ാം തീയതി ഇവിടുത്തെ വീടുകളിൽ, കേരളത്തിൽ കുറവാണ്, പക്ഷെ ഇവിടുത്തെ വീടുകളിലും മറ്റും അക്ഷതം ഈ അക്ഷതമൊക്കെ വായിക്കാനായിട്ട് ഇവർക്ക് എന്താണ് പറ്റിയത്? ഇത് വായിക്കാനുള്ള ഇന്നും വടക്കേ ഇന്ത്യയിൽ ഇതൊന്നും വായിക്കാൻ അറിയാത്ത ആളുകളാണ് കൂടുതൽ. എന്താണ് രാമൻ, എന്താണ് സീത, എന്താണ് മതം, എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്ത കുറെ ആളുകളെയൊക്കെ തന്നെ ഒരു വർഗീയ വികാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒന്നിച്ച് നടന്ന ആളുകൾക്കെതിരെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഇവിടെ വോട്ടിന് വേണ്ടി മാത്രമാണ് ഈ രാമനെ ഉണ്ടാക്കിയത്. ഇതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM. ആ CPM പറഞ്ഞു, ഞങ്ങൾ ഈ രാഷ്ട്രീയ രാമനെ, ഈ ദൂരദർശൻ രാമനെ, ഈ ഹിന്ദു വർഗീയതയുടെ രാമനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ഗാന്ധിജിയുടെ രാമനെയാണ്. അതുപോലെ തന്നെ വ്യാസന്റെ വാൽമീകിയുടെ രാമനെയാണ്. രാമായണം എഴുതിയത് ഒരു കഥയാണ്. ആ കഥയിൽ വാൽമീകിയുടെ മനസ്സിൽ ഉണ്ടായ ഒരു കഥാപാത്രമാണ് രാമൻ. ആ രാമനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന രീതിയിൽ ഇവിടുത്തെ വിഭജനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കോൺഗ്രസ് മുന്നു പറഞ്ഞു ഇതിൽ പങ്കെടുക്കില്ല, മതേതര ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഷ്ഠയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും അതിനെതിരെ പ്രതികരിക്കുകയും ഈ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തു. അത് തന്നെയല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ശശി തരൂര് ഈ രാമനെ തന്നെ പൂജിക്കുന്നതിനും മറ്റും ഇതിനൊരു മെസ്സേജ് ഇടുകയും അവരുടെ സാന്നിധ്യം അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കോൺഗ്രസിന് അതിൽ നിലപാടില്ല. ഇത് ഒരു വലിയൊരു ഈ ഇന്ത്യയുടെ വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായി വളരുവാൻ പോവുകയാണ്. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു? സവർണനോടൊപ്പം നിൽക്കുന്നുവോ അത് ജനാധിപത്യ മതേതരത്വത്തോട് കൊണ്ടുപോകും? ഈ വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ കൃത്യമായി ഏകദേശം ഏപ്രിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. ഈ പാർലമെന്റ് ഇലക്ഷൻ രാമനും രാമമന്ത്രവും പറഞ്ഞുകൊണ്ട് മോദിയും കൂട്ടാളികളും നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ, നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ, സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ നമ്മളുടെ പള്ളികളിൽ കിരീടങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ കുടിയിടാൻ നോക്കുമ്പോൾ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മണിപ്പൂരിനെ കുറിച്ച്. മണിപ്പൂരിൽ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല ഒരു മെജോറിറ്റിയുള്ള സ്ഥലത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഉണ്ടായത്? അവിടെ ക്രിസ്തീയ ായിട്ടുള്ള ആളുകളെ വെടിവെച്ചു കൊല്ലുക, നഗ്നരായി നടത്തുക, അവിടുത്തെ കടകമ്പോളങ്ങൾ നശിപ്പിച്ചു കളയുക, അവിടുത്തെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവരെ ആട്ടി ഓടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗനം ഭജിച്ചു. ഇന്നും അവിടെ പോയിട്ടില്ല. ഇവിടെ തൃശ്ശൂരൊക്കെ ഒരു മാസത്തിനുള്ളിൽ 2 തവണ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ ജനങ്ങളോടൊപ്പമാണ്. ഇവിടുത്തെ വർഗീയത അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന ഈ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അവിടേക്ക് പോയില്ല? രാമനാമം ഇതൊക്കെ നിൽക്കട്ടെ, ഇതൊക്കെ ഇനി ഇലക്ഷനാണ് വരാൻ പോകുന്നത് ഏപ്രിൽ മാസങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യുന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഒരിക്കലും വർഗീയതയ്ക്ക് വോട്ട് ചെയ്യുകയില്ല. ഒരു രാമന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇവരെ കുറിച്ചാണ്. ഈ രാമനാമം പിന്നിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ക്രൂരത, അവരോട് തന്നെ അവരെന്ത് ക്രൂരത ചെയ്യുന്നു എന്ന കാര്യം ആലോചിക്കണം. ഒരു ഹിന്ദു ആൾക്കാരെന്നെ മാംസം കഴിച്ചാൽ ആ മാംസം കഴിച്ചവരെ നഗ്നരാക്കി കത്തിച്ച് കളയാ.
മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ എന്തൊക്കെ നഗ്നയായി നടത്തുക, അങ്ങനെയൊക്കെ വെടിവെച്ച് കൊല്ലുക, ക്യാമ്പുകളൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ക്യാമ്പുകളിലൊക്കെ ചെന്നിട്ട് അവരിനൊക്കെ വെടിവെച്ച് കൊല്ലുന്നത്, കല്ലൊക്കെ തലയിലേക്ക് ഇടുന്നത്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലാണ്, മണിപ്പൂരിലാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മൗനനായി നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തന്നെ പിന്നെ പശ്ചാത്തലപ്പിക്കേണ്ടി വരും നമ്മളെ ചോയ്സിന് വേണ്ടി. നിങ്ങൾ ഇന്ന് എടുക്കുന്ന ചോയ്സ് വർഗീയതയ്ക്കാണെങ്കിൽ നിങ്ങൾ നശിക്കുക തന്നെയാണ്. രാമനാമത്തിന് വേണ്ടിയാണെങ്കിൽ ആ രാമൻ ഈ രാമനാമം പറയുന്നതിനെതിരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവർ പറയുന്ന ശരിയായിട്ടുള്ള രാമനല്ല ആ രാമൻ, അത് ഇവരുടെ സങ്കല്പത്തിലുള്ള വർഗീയതയുടെ വിഷം പാകുന്ന വിഷമുള്ള രാമനാണ്. സത്യത്തിന്റെയും ന്യായത്തിന്റെയും രാമൻ, വിഷ്ണുവിന്റെ അവതാരമായ രാമൻ ഈ രാമനല്ല. ഈ രാമൻ വർഗീയതയുടെ രാമനാണ്. നമ്മുടെ രാമൻ ആ രാമനല്ല. നമ്മുടെ രാമൻ സത്യത്തിന്റെ രാമനാണ്. അത് എന്നും നിങ്ങൾ ആലോചിക്കണം. ഇനിയും ഈ കാര്യം എല്ലാവർക്കും പടർത്തണം. അതുപോലെ തന്നെ നമുക്കറിയാം, മോദി ഇപ്പോൾ പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്ത് ഗ്യാരണ്ടിയാണ് മോദിയുടെ നൽകിയത്? മോദി ഇവിടെ പറയുന്നത് ശൗചാലയങ്ങൾ, കോടിക്കണക്കിന് ശൗചാലയങ്ങൾ ഉണ്ടാക്കിയതാണ്. കേരളത്തിന്റെ കാര്യത്തിൽ ശൗചാലയങ്ങളെ കുറിച്ച് നമ്മൾ മുന്നേ തന്നെ ഉള്ളതാണ്. ഇന്നും വടക്കേ ഇന്ത്യയിൽ പോയാൽ, ഗുജറാത്ത് പോയി, അതുപോലെ തന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇന്നും ജനങ്ങൾ മറ്റേ ബാത്റൂമിൽ പോകുന്നത് വെളിപ്പറമ്പുള്ളിലാണ്. അവിടുത്തെ റോഡിന്റെ ഇതിൽ കൂടി നമുക്ക് നടന്നു പോകാൻ കഴിയാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ഈ ആളുകൾ മലവിസർജനം നടത്തുന്നത്. എന്നിട്ട് പറയുകയാണ് ഇവർ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയത്. അത് പെരുന്നുറയാണ് എന്ന് കേരളത്തിൽ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം കേരളത്തിലെ എല്ലാ വീടുകളിലും ഒന്നല്ല, ഒരു വീട്ടിൽ എത്ര റൂമുണ്ടോ അത്രയും ശൗചാലയങ്ങളുള്ള സ്ഥലമാണ് കേരളമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളൊന്നും അത്രയും ഇതല്ലാത്തതുകൊണ്ട് കേരളീയരോട് അത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യയുടെ പല തെരുവുകളിൽ ഇന്നും വെളുത്തിരിക്കുന്നത് മലവിസർജനങ്ങൾ ചെയ്യുന്നത് റോഡ് വക്കത്തും മറ്റൊക്കെയാണ് എന്ന വസ്തുത മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇവർ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇവർ വന്ന് സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. എന്ത് സ്ത്രീ സുരക്ഷയാണ്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ ശാരീരികമായി ആക്രമിച്ച മറ്റേ ബ്രിജ്ഭൂഷന് ആ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റുന്നതിന് വേണ്ടിയോ ആ കമ്മിറ്റിയിലെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയോ കഴിയാത്ത ഒരു മോദിയാണ് ഇവിടെ വന്ന് ഇത് പറയുന്നത്. അതുപോലെ തന്നെ മണിപ്പൂരിൽ നഗ്നയാക്കിയ സ്ത്രീ, അതുപോലെ തന്നെയല്ല ബിൽക്കിസ് ബാനു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്തിനെയാണ് അഭിമാനം കൊള്ളുന്ന മോദിയാണ് ഈ മോദി. ഇവർ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ഇവർ പറയുന്നത്, നമുക്കറിയാം പെട്രോള് ഡീസല് ഒക്കെ 50 രൂപയ്ക്ക് താഴെ തരുമെന്നാണ് പറയുന്നത്. ഇന്ന് 100 രൂപയേക്കാൾ കൂടുതലാണ്. മണ്ണെണ്ണയ്ക്ക് 83 രൂപയിലായിരുന്ന മണ്ണെണ്ണയ്ക്ക് ഇന്ന് 100 ചില്ലാനും രൂപ കൊടുക്കണം. അതുപോലെ തന്നെ 300 ചില്ലാനും രൂപയുണ്ടായിരുന്ന ഗ്യാസിന്റെ വില എത്രയാണ്? 1900 ചില്ലാനും രൂപയോളം കൊടുക്കും. 1200 ചില്ലാനും രൂപയോളം കൊടുക്കണം. മറ്റേ കൊമേഴ്ഷ്യൽ ഗ്യാസ് മറ്റേത് 950 രൂപ. അത് ഇപ്പോൾ മാറ്റിയതാണ്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഇവരുടെ ഗ്യാരണ്ടി എന്താണ്? ഗ്യാരണ്ടി 15 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ എല്ലാം അക്കൗണ്ടുകൾ ഇടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മോദി ആർക്കാണ് 15 ലക്ഷം രൂപ തന്നത്? ആരുടെ അക്കൗണ്ടിലാണ് ഉള്ളത്? അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച മോദി എന്തോരം കള്ളപ്പണമാണ് തിരിച്ചു വന്നത്? ഇവിടുത്തെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ മാറ്റിക്കൊടുക്കുന്നതിന് ഏജൻസികളായി നിന്ന BJPയുടെ പല നേതാക്കളും കോടീശ്വരന്മാരായി എന്നതല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് നോട്ട് നിരോധനത്തിലൂടെ? അതുപോലെ തന്നെയാണ് മോദിയുടെ വേറെ ഒരു ഗ്യാരണ്ടിയാണ് ഈ ഗ്യാരണ്ടി പറഞ്ഞു, നമ്മുടെ സബ്സിഡി, ഗ്യാസിന്റെ സബ്സിഡി പോലെയുള്ള ഗ്യാസിന്റെ സബ്സിഡി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ചേർത്തത്. ഇപ്പോൾ എന്താണ് സ്ഥിതി? നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പണം വിട്ട് 1000 രൂപ ഇല്ല എങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടോ എങ്ങനെയെങ്കിലും ആ അക്കൗണ്ടിൽ കുറച്ച് കാശ് വന്നാൽ ആ കാശ് ബാങ്കുകാർ കട്ട് ചെയ്തെടുത്തിട്ട് പോകും.
അങ്ങനെ ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ എങ്ങാനും ഏതെങ്കിലും കഷ്ടകാലത്തിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ 1600 രൂപ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരു 200 രൂപയോ 150 രൂപയോ കാണാതാണ്. അങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പൈസ പോകുന്നതിനല്ലാതെ ഈ അക്കൗണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? അതാണോ മോദിയുടെ ഗ്യാരണ്ടി? മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞു, മതേതരത്വത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് മോദി നമുക്ക് തന്നത്?